ഹലോ നമസ്കാരം. വീണ്ടും സ്വാഗതം ഡെയിലി ലൈഫ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക്. ഇന്നൊരു കിച്ചൺ ടിപ്പാണ്. മുരിങ്ങയില തോരൻ വയ്ക്കുമ്പോൾ കട്ട പിടിക്കാതിരിക്കാനുള്ള ഒരു വിദ്യയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ മുഴുവനായി കണ്ട് സപ്പോർട്ട് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ലൈക്കും കമൻറ്റും ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. മുരിങ്ങയിലയുടെ കുറച്ച് ഗുണങ്ങൾ നോക്കാം. പണ്ട് മുതലേ മുരിങ്ങയില മലയാളികൾക്ക് നിത്യഭക്ഷണമാണ്. 300 രോഗങ്ങൾ വരെ ഇല്ലാതാക്കാനുള്ള കഴിവ് മുരിങ്ങയിലയ്ക്കുണ്ടെന്ന് പറയപ്പെടുന്നു. ചിലത് പറയാം. വിറ്റാമിൻ എ, ബി, സി, ഡി, ഇ ഇവ ഏറ്റവും കൂടിയ തോതിൽ അടങ്ങിയിട്ടുണ്ട്. കണ്ണിന് ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. ഇരുമ്പ് സത്ത് ധാരാളമായി അടങ്ങിയിട്ടുള്ളത് കൊണ്ട്, കാൽസ്യവും ധാരാളമായി അടങ്ങിയിട്ടുള്ളത് കൊണ്ടും എല്ലിനും പല്ലിനും നല്ല ശക്തി ലഭിക്കാൻ സഹായിക്കും. ഹൃദ്രോഗം വരാനുള്ള സാധ്യത കുറയ്ക്കുന്നു. നാഡീ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. അത് ഫോസ്ഫറസ് അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ്. ചർമ്മ സംരക്ഷണത്തിന് നല്ലതാണ്. ആയുർവേദത്തിൽ നിരവധി ഔഷധങ്ങളായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. രക്തസമ്മർദ്ദം സാധാരണ നിലയിലാക്കാൻ സഹായിക്കുന്നു. സ്ഥിരമായി കഴിക്കുന്ന കുട്ടികൾക്ക് ബുദ്ധിശക്തി വർദ്ധിക്കുന്നു. പ്രോട്ടീൻ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. അതിസാരം ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. പനി ജലദോഷം അകറ്റും. മുരിങ്ങയില അരച്ച് വേദനയുള്ള ഭാഗത്ത് പുരട്ടിയാൽ സന്ധിവേദന, തലവേദനയൊക്കെ ശമിക്കുന്നുണ്ട്. ദഹന പ്രക്രിയ നന്നായി നടക്കാൻ സഹായിക്കുന്നു. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നു. അങ്ങനെ ഒട്ടേറെ ഗുണങ്ങളാണ് മുരിങ്ങയിലയ്ക്കുള്ളത്. നമുക്ക് നോക്കാം. മുരിങ്ങയില തണ്ടിൽ നിന്ന് പെട്ടെന്ന് അടർത്തി കിട്ടാനും തോരൻ വയ്ക്കുമ്പോൾ കട്ട പിടിക്കാതിരിക്കാനും എന്ത് ചെയ്യണമെന്നുള്ള ടിപ്പ് എന്താണെന്ന് നോക്കാം. മുരിങ്ങയില തലേന്ന് തന്നെ എടുത്ത് കഴുകി വൃത്തിയാക്കി ഈർപ്പൊക്കെ മാറിയതിന് ശേഷം ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ് വയ്ക്കുക. ഫ്രിഡ്ജിലൊന്നും വയ്ക്കേണ്ട, പുറത്ത് തന്നെ വെച്ചാൽ മതി. പിറ്റേന്ന് നമ്മൾ അതെടുത്ത് ഒന്ന് കുടയുമ്പോൾ തന്നെ ഇലയെല്ലാം അടർന്ന് വീഴും. പിന്നെ അതിൽ ചെറിയ ചെറിയ നാരുകൾ മാത്രം മാറ്റി കൊടുത്താൽ മതിയാവും. ഇതാണ് മുരിങ്ങയില പെട്ടെന്ന് അടർന്ന് കിട്ടാനുള്ള കിച്ചൺ ടിപ്പ്. അടുത്തത് തോരൻ വയ്ക്കുമ്പോൾ കട്ട പിടിക്കാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്നാണ്. നമ്മൾ വൃത്തിയാക്കിയ ഇലകളിൽ തന്നെ തോരൻ്റെ കൂട്ടും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ തോരൻ്റെ കൂട്ടും ആവശ്യത്തിനുള്ള ഉപ്പും എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ കൂട്ട് ഇലകളിലേക്ക് ചേർക്കാം. എല്ലാ കൂട്ടും ചേർത്തതിന് ശേഷം എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക. ഇല അധികം വാടിപ്പോകാതെ തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. എല്ലാ ഭാഗത്തും കൂട്ട് വരത്തക്ക വിധത്തിൽ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ അധികം പ്രഷർ കൊടുക്കാതെ തന്നെ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ഇലകൾ വാടിപ്പോവും. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലോണം ഇളക്കി ചേർക്കുക. തോരൻ്റെ കൂട്ടായിരുന്നാലും ഉപ്പായിരുന്നാലും അല്പം ചേർത്ത് പതിയെ തന്നെ ഇളക്കി കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇല വാടിപ്പോകുമ്പോൾ തോരൻ വയ്ക്കുമ്പോൾ ഒരു കയ്പ്പ് രസം ഉണ്ടാവും. അത് നമുക്ക് തീരെ ഇഷ്ടപ്പെടില്ല. കുട്ടികൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് അത് കഴിക്കാൻ. നമ്മുടെ മുരിങ്ങയില തോരൻ്റെ കൂട്ട് ഇതാ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഈ ഒരു പാകത്തിനാണ് നമുക്ക് കിട്ടുക. തോരൻ്റെ കൂട്ടും ഉപ്പും ഇലയായിട്ട് മിക്സായിട്ട് ആ തേങ്ങയുടെ എണ്ണമയമൊക്കെ ഇലയിൽ ആയി ഇങ്ങനെ ഒരു രീതിയിൽ നമുക്ക് കിട്ടും. നമുക്കിത് തോരനാക്കി മാറ്റാം. അത് ഞാൻ കാണിക്കുന്നില്ല. അവസാനത്തെ ഭാഗം കാണിക്കാം. തോരനായിട്ടുണ്ട്. നമുക്ക് ഇവിടെ ശ്രദ്ധിക്കുമ്പോൾ അറിയാം, ഓരോ ഇലയും സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്ന രീതിയിൽ തന്നെ തോരനായി മാറിയിട്ടുണ്ട്. ഒരൊറ്റ കട്ട പോലും പിടിച്ചിട്ടില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.